നമ്മുടെ വീട് അമ്മച്ചി, നമ്മുടെ വീടെത്തി. എത്തിയോടാ മോനെ. അമ്മച്ചി, ഇതാ നമ്മുടെ വീട്. അമ്മണിക്കുട്ടി, നമ്മുടെ വീട് കണ്ടോ? എന്റെ കർത്താവ്, നമുക്ക് അങ്ങോട്ട് പോവാ. വേണ്ട വേണ്ട, സാധനങ്ങളൊക്കെ എടുത്തേക്കാം. മഞ്ജുവാ, പത്ത് പേര് ചോദിച്ചു ഇല്ലയോ? ഞാനും ഒന്ന് ചോദിക്കട്ടെ. ഇനി ഇറങ്ങുമോ? എന്നെ വേണം, എന്നെ കേട്ടിരുന്ന് കൂന്നേ. വന്ന ആരാണ് പെരയിൽ കയറി ഇരിക്കണത്? ആരാണെന്നാ? പെരയുടെ ഉടയക്കാര് അല്ലാണ്ട് ആരാ? അതെങ്ങനെ ഞാൻ കെട്ടിയ പെരയുടെ ഉടയക്കാരൻ നീ ആവണത്? വേണ്ടേ? കൂന്തവരയത്തിന് രൂപ കൊടുത്ത് ഞങ്ങളാണ് കൂന്തവരയത്തിന് 75 രൂപ കൊടുത്ത ഞാനാ. അതിന് രേഖയുണ്ടോ? നീ കൊടുത്തതിന് രേഖ ഉണ്ടോ? മര്യാദയ്ക്ക് ഞാൻ കെട്ടിയ പെരയിൽ ഇറങ്ങി പോണതാ നല്ലത്. എങ്കിൽ പിന്നെ അവന്ന് കാണട്ടാ. ചുണയുണ്ടെങ്കിൽ ഒന്ന് ഇറക്കിച്ചേ. എന്റെ പെരയിൽ താമസിക്കുന്നത് ഇറക്കാൻ എന്തിനാ ചോണ? ഏത് വരത്തിനാടാ ഈ കരയിൽ തല്ലാൻ വന്നത്? അയ്യോ, എന്റെ അപ്പച്ചനെ തല്ലരുത്. നീ ഇങ്ങോട്ട് മാറി വേണേ. എടാ ഷെകുത്താനെ, നമ്മുടെ ആശാനിക്കിട്ട് കൈവച്ചവന്മാരെ നമ്മള് മയത്താക്കാതില്ല കേട്ടാ. നിന്റെ ആശ നമുക്ക് ഇവിടുന്ന് പോവാം. നമുക്ക് ഇവിടെ പൊറുക്കണ്ട. അങ്ങോട്ട് വിടേ. അങ്ങോട്ട് കയ്യല്ലിന് ഉറപ്പുള്ളവന്മാരാവില്ല അവനിട്ട് രണ്ട് കൊടുക്കാൻ. ഇറങ്ങി വേടാ. ഏതായാലും ഞാൻ എന്റെ അമ്മയുടെ വയറ്റിൽ രണ്ടാമത് പോകാൻ തീരുമാനിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് യാത്ര വെച്ച് പോന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഇറങ്ങി വേടാ. പാടാ ഇറങ്ങി. എടാ ചെറുക്ക, ഇവിടെ എങ്ങും കറുപ്പ് കിട്ടത്തില്ലയോടാ. എന്റെ കൊച്ചുമ്പ്രാനെ, എന്റെ കൊച്ചുമ്പ്രാനെ, അടിയങ്ങളെ രക്ഷിക്കണോ. അയാൾ അടിയനെ തല്ലി കൊല്ലാറാക്കിയേ. അടിയങ്ങളെ കെട്ടിയ കുടിലെ അടിയങ്ങളെ പൊറപ്പിക്കില്ലെന്നാണ് പറയുന്നത്. ആര് കെട്ടിയ കുടിലെന്നാണ് പറഞ്ഞേ? ഇത് തോമൽ കെട്ടിയ കുടിലാണ്. താനാരാ? ഞാൻ ആരായാലും എന്താ? താൻ വന്ന കാളവണ്ടിയാണോ റോഡിൽ കിടക്കുന്നത്? എങ്കിൽ വന്നതുപോലെ ഉടനെ മടങ്ങി പോണം. നിങ്ങളൊക്കെ മനുഷ്യരാണോ? എന്റെ അപ്പച്ചൻ കെട്ടിയ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? നീ മിണ്ടായി പെണ്ണെ, ഞാൻ പറയാം. കൊച്ചനെ, നീ ആരായാലും എനിക്ക് ഒരു ചുക്കുമില്ല. എല്ലാരെയും പോലെ ഞാനും കൂന്ത പറയുന്നത് 75 രൂപ കൊടുത്താണ് ഈ പെര കെട്ടിയത്. എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ നിന്റെ അപ്പന്മാർ വിചാരിച്ചാൽ സാധിക്കില്ല. തോമയാണ് ഈ പെര കെട്ടിയെങ്കിൽ തോമ തന്നെ അവിടെ താമസിക്കും. ഈ വഴക്കൊന്നും കൂടാതെ തനിക്ക് തിരിച്ചു പോകാൻ പാടില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ നിന്റെ ജോലി നോക്കണ കൊച്ചനെ, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. കർത്താവേ, ജോയിക്കുഞ്ഞിന്റെ അടുത്തൊന്നും ഇങ്ങനെ ഇതവരാരും പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ വിചാരിച്ചാൽ ഈ വഴക്കൊന്ന് തീർക്കാൻ ഒക്കെയില്ലേ? കേട്ടോ ജോയിക്കുഞ്ഞെ, ഞാൻ ജോയിക്കുഞ്ഞിനോട് ഒരു നേര് പറയാം. ഈ വഴക്ക് മുഴുവൻ ഉണ്ടാക്കിയത് ഈ ഇക്കോച്ചനും ആ കുഞ്ഞമ്മും കൂടാണ്. ഞാൻ എന്താ കിടക്കാൻ പറയും? നീ ഒന്നും ചെയ്യില്ലേടാ. ഈ കുടി നീ നിൽക്കുന്ന മനുഷ്യല്ലേ കെട്ടിയത്. എന്നിട്ട് ഇവനും കുഞ്ഞമ്മും കൂടെ രൂപ മേടിച്ചോണ്ടാണ് ഈ പൊലയ മത്തായിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവരീ പറയുന്നതെല്ലാം നേരാണോടാ മത്തായി? അയ്യോ അല്ല തമ്പ്ര, നുണയാണ് കൊച്ചുമ്പ്ര. എടാ മത്തായി, ഞങ്ങളും ഈ പുറമ്പോക്കി തന്നെ ഇടാ കിടക്കണത്. ഈ നിൽക്കുന്ന മനുഷ്യൻ ഇവിടെ വന്ന് ഈ കുടിൽ വെച്ച് കിടന്ന ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങളും കണ്ടതാ. എടാ ഇക്കോ, ഇക്കോ, അവൻ എപ്പോഴേ പറഞ്ഞു. എടാ മത്തായി, കുഞ്ഞമ്മും മിക്കവും കൂടെ അല്ലേ നിന്നോട് കയറ്റി താമസിപ്പിച്ചത്? സത്യം പറഞ്ഞില്ല ചവിട്ട് വാങ്ങിക്കും. അവര് പറഞ്ഞിട്ടല്ലോ ഇവിടെ കയറി താമസിച്ചത്. അതെ തമ്പ്ര,
അടിയനോട് 50 രൂപയും വാങ്ങിച്ചിട്ടുണ്ട്. ഇറങ്ങി കൊടുക്കണം അവിടുന്ന്. കണ്ട റൗഡികൾക്കെല്ലാം പണം കൊടുത്തിട്ട് വല്ലവരും കിട്ടിയ പുരയിൽ കയറി താമസിക്കുന്നു. നിങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പുരയിൽ വെക്കൂ. അപ്പൊ അടിയും കൊടുത്ത് രൂപയോ തമ്പ്രാൻ? അതിക്കോട് മേടിക്കണം. ഇനി ഇവിടുന്ന് ശബ്ദിച്ചു പോയാൽ നീ അടി മേടിക്കും. പോളന്ന് ക്ഷമിക്കണം കേട്ടോ, ഈ വിവരങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇനി ആരും ഒരു ഉപദ്രവത്തിനും വരാൻ പോകുന്നില്ല. അങ്ങനെ വന്നാൽ തന്നെ ഞാൻ നോക്കിക്കൊള്ളാം. അത് തോമയ്ക്ക് പേടിയൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ വരട്ടെ. ഓ പാടി പിള്ളേരെ, ഇതൊക്കെ ഒന്ന് പറക്കി അകത്ത് വെക്ക്. ജോയിക്കുഞ്ഞ് അന്നേരം വന്നതുകൊണ്ട് ഇങ്ങനെങ്കിലും ഒക്കെ തീർന്നു. ഇല്ലെങ്കിൽ ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാനിവിടെ താമസിക്കാൻ വന്നവനാ. ഞാനിവിടെ താമസിക്കുകയും ചെയ്യും. ഈ പുറമ്പോക്കിലുള്ളതിനൊന്നും ഒരു തുണയും ഇല്ലെന്നേ. ആ ഇക്കോത്തനും കുഞ്ഞമ്പും കൂടെയാണ് ഇവിടൊക്കെ ഭരിക്കണത്. അവര് വലിയ വഴക്കുകാരാണെന്നല്ലേ പറയണത്. അവന്റെ വഴക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ദേ, ഞാനൊരു നകളിപ്പ് പറയുകയാണെന്ന് കരുതരുത്. ഞാൻ ഒറ്റയ്ക്കൊരു ചായക്കട നടത്തുകയാണ്. അവന്റെ ഒക്കെ റൗഡിത്തരവും കൊണ്ട് എന്റെ അടുത്ത് വരികയില്ലല്ല. വന്ന അന്ന് ഞാൻ അവന്റെ കഴുത്ത് വെട്ടു. നിന്റെ കൈ കറുപ്പുണ്ടോടി പെണ്ണ്? എന്നത് ശരി കേൾക്കാൻ മേലെ നിനക്ക് കറുപ്പുണ്ടോന്ന്? അയ്യോ, എന്റെ ഇല്ലെങ്കിലും ഇല്ല. അമ്മക്ക് കറുപ്പ് തിന്നാഞ്ഞിട്ടാണ് ഇവിടെ നടന്നതല്ല അമ്മ അറിഞ്ഞ. എന്നെ നടന്നാടി നീ പറയണേ? എനിക്ക് വേച്ചത്തിന് വല്ലതും തരാൻ നിന്നെ കൊണ്ടുവെക്കുവാ. എടി മോളെ, വല്ല ഇച്ചിര വേവിച്ച് അമ്മച്ചിക്ക് കൊടുറി. പാവം വിശക്കുന്നുണ്ടാവും, ഒന്നും കഴിച്ചിട്ടില്ല. പറഞ്ഞതുപോലെ ഇത്തിരി വെള്ളം കോരണല്ല. ഇവിടെ എവിടുന്നാ വെള്ളം കോരണത്? പെണ്ണതേ ആ കൊടവ് എടുത്തോണ്ട് താടകവരുടെ വീട്ടിലോട്ട് ചെല്ലേ. അവിടത്തെ കിണറ്റിൽ നിന്നാണ് ഇവിടെ എല്ലാവരും വെള്ളം കോരണത്. അതാരാണ് താടക ഗൗരി? ആളുകളെ പിടിച്ചു വിഴുങ്ങോ? വേണ്ടി വന്നാ അവൾ അതും ചെയ്യും. കൊല്ലം നാരായണനെ കൊണ്ട് അവളെ പൂർപ്പിക്കാൻ പറ്റുകയില്ല. ആരായി കൊല്ലം നാരായണ? അവിടെ കെട്ടിയോന്. നീ പോയി വെള്ളം കൊണ്ടാവണ്ണേ. തൊട്ടടുത്താണ് താമസിക്കുന്നത്. അതിന്റെ അടുത്താണ് പണ്ടാരത്തി പാറു താമസിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് താമസിക്കുന്നത് കല്യാണി കളവാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു സ്ഥാനപ്പേരുണ്ടല്ലോ, അതെന്താ? അതിപ്പോ എന്നാ പറയാനാണ്? എന്നെ വിളിക്കണത് കടുക്കാമറിയെന്നല്ലേ? അതെന്താ കടുക്കാമറിയാന്ന് വിളിക്കുന്നേ? ഓരോരുത്തരുടെ തലതിരിവ്. അല്ലാണ്ട് എന്നാ പറയാനാണ്? ഓ, വർത്താനം പറഞ്ഞോണ്ടിരുന്ന് നേരം പോയതറിഞ്ഞില്ലല്ലോ. അയലത്തുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാണ് കേട്ടാ. ചേട്ടത്തിയേ, അമ്മച്ചി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നമുക്കിനിയും കാണാമല്ല. ആ, പിന്നെ വല്ല കപ്പയോ അടക്കമീനോ വേണമെങ്കില് എന്റെ കടയോട്ട് വന്ന് മേടിക്കാം കേട്ടാ. ആശാനൊരു പറ്റു പറ്റിയമ്മ. ആശാൻ എന്തിനാണ് അവരുടെ മുമ്പിൽ ചെന്ന് നിന്ന് കൊടുത്തത്? എന്റെ കർത്താവേ, അതേ എടുത്ത് കഴിക്കും തൊഴിച്ചു കളയുമെന്ന് ഞാൻ വിചാരിച്ച അവന്റെ കാലേ എന്റെ വയറ്റിലായിപ്പോയെന്നാണ് ഞാൻ വിചാരിച്ച. പതുക്കെ, അയ്യോ എന്റെ ഈശോയെ, പതുക്കെ. ആശാനെ, എന്റെ കർത്താവേ, അവനക്കിടെ ഏതാണ്ട് കയ്യാങ്കളി വശമുണ്ടെന്നാ നമ്മുടെ വിചാരം. പതുക്കെ. എന്റെ ഈശോയെ, കയ്യാങ്കളിയല്ല ഒന്നു. അവനേ തവണി കിടന്നേ കട്ടവണ്ടി വലിച്ചതാ. നല്ല ചിമിട്ട. എന്റെ ഈശോയെ, നമ്മളെത്ര അടി കൊടുത്തിരിക്കണു, കൊണ്ടിരിക്കണു. എന്റെ പക്ഷെ ഈ ചെറുത്താനെ അടിച്ചപ്പോ മാത്രം നമ്മുടെ കൈ ഉളുക്കിപ്പോയി. എന്റെ നാവികല്ല. കീഴ്പോട്ട് കീഴ്പോട്ട്. നിനക്ക് എന്നാടി ഇത്തവണ നേരത്തെ വലി വന്നോ? സാധാരണ കർത്താവ് അടുപ്പിച്ചാണല്ല. കൊച്ചിന്ന് ഇവിടെ വരെയുള്ള അലച്ചിലല്ലായിരുന്നു. ദേ എവിടെ എത്തിയപ്പോ എടുത്താ പൊങ്ങാത്തൊരു വഴക്കം. അത് കണ്ടപ്പോ നിനക്കങ്ങ് വലി വന്നു അല്ലേ? എടീ, വഴക്കുണ്ടാക്കേണ്ടിടത്ത് വഴക്കുണ്ടാക്കണം, എന്നാലേ പൊറുക്കാൻ നോക്കും. ഇനി ആരെങ്കിലും ഇവിടെ വന്ന് നമ്മെ ഇറക്കുമെന്ന് നോക്ക്. നാളെ റേഷൻ കടയിൽ ചെന്ന് നമ്മുടെ റേഷൻ കാർഡും കൂടെ പതിപ്പിച്ച നമ്മളും ഈ പറമ്പോക്കുകാരായി. ദേ, ഇവിടെ ഒന്നും മറക്കണല്ല. നേരം വിളിക്കട്ടെ, കുറച്ച് ഇഷ്ടിക ഉണ്ടാക്കണം. ഇവിടെ ഇപ്പൊ എങ്ങനെയാണെന്ന് മറയ്ക്കണത്? ഇപ്പൊ എന്നത്തിനാ മറിക്കണേ? പിള്ളേര് കിടക്കണ കാണാൻ മേലെ.
എടി മനുഷ്യരെ മറയ്ക്കാം, എന്നാലും കർത്താവുണ്ട്. കർത്താവിനെ നീ എന്നെ അടുത്ത് വെച്ച് മറയ്ക്കും. കിടന്നോ.